നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഇനി അത് നിർത്തി. മോളെ പോലെയാ ഞാനെന്ന് അങ്കിള് പറഞ്ഞില്ലേ, അതുപോലെ തന്നെ എനിക്കും. എന്റെ അച്ഛനെ പോലെയാ ഞാൻ അങ്കിളിനെ കാണുന്നത്. വീഡിയോ എടുത്തതിനെ കുറിച്ച് അങ്കിൾ ഒരിക്കലും വിഷമിക്കണ്ട. ഡിലീറ്റ് ചെയ്തു ഞാൻ. അത് മെമ്മറി കാർഡിൽ നിന്നാ, മെമ്മറിയിൽ നിന്നല്ല. നന്ദൻ ഒരിക്കലും എന്റെ മനസ്സിൽ നിന്ന് പോവില്ല. ശരണി ഒന്ന് ഒഴിവാക്കി തരുമോ? ഇപ്പോഴും കാത്തിരിക്കാൻ ഞാൻ ഈ കുടുംബത്തിലേക്ക് വരാം. മോളെ, നീ എന്തൊക്കെ ഈ പറയുന്നത്? എനിക്കിവിടെ താമസിക്കണം അങ്കിള്. ഒരു കുടുംബമായിട്ട് ജീവിക്കണം. അങ്കിളിനെയും രോഹിണി ആന്റിയും അച്ഛനും അമ്മയായിട്ട് കാണണം. അതുപോലെ നന്ദനെ. ബാക്കി പൂരിപ്പിച്ചില്ല. നന്ദനെ എനിക്ക് വേണമെന്നല്ലേ അങ്കിള് വിചാരിച്ചത്? വിശ്വസിപ്പിക്കാൻ എളുപ്പമാ ഇത്തരം പൊട്ടന്മാരെ. നാളെയല്ലേ അച്ഛാ മീറ്റിംഗ്? അതെ മോളെ. ഇപ്പോ അച്ഛൻ്റെ അടുത്ത് ഈ പ്രിന്റുകളില്ലേ, ഇതെല്ലാം നാളെ വലിയൊരു കമ്പനിയുടെ ആൾക്കാർക്ക് അച്ഛൻ കാണിച്ചു കൊടുക്കാൻ പോവാ. ഇതെല്ലാം അമ്മേന്റെ വരച്ചതല്ലേ? വരച്ചതെന്നും പറയാം, പക്ഷേ ഡിസൈനിങ് എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ കറക്റ്റ്. അപ്പൊ അമ്മേന്റെ വരില്ലേ മീറ്റിങ്ങിന്? വരും. അമ്മേന്റെ അല്ലേ ഇതെല്ലാം വിശദീകരിച്ചു കൊടുക്കണ്ടേ, അല്ലാതെ അച്ഛന് പോലും അറിയോ? അമ്മേന്റെ ഇങ്ങനെ വരയ്ക്കാൻ ആരാ പഠിപ്പിച്ചു കൊടുത്തത്? ഇതൊക്കെ ഫാഷൻ ഡിസൈനിങ്ങിന്റെ കോഴ്സ് പഠിച്ചാൽ ചെയ്യാൻ പറ്റും. പിന്നെ കുറച്ചൊക്കെ ടാലന്റും ജന്മവാസന എന്നൊക്കെ പറയാം. മോളൊന്ന് ആലോചിക്കുന്നേ. നാളെ അച്ഛൻ അമ്മേന്റെ കാണാൻ പറ്റും, പക്ഷെ എനിക്ക് കാണാൻ പറ്റില്ല. നാളെ അച്ഛൻ്റെ മീറ്റിംഗിൽ ഒന്ന് കഴിയട്ടെ. അമ്മയാൻ്റെ ചെയ്ത ഡിസൈൻസ് എല്ലാം എല്ലാവർക്കും ഇഷ്ടമായി കഴിഞ്ഞാല് അമ്മയാൻ്റെക്ക് ഭയങ്കര സന്തോഷമായിരിക്കില്ലേ? അപ്പൊ മോൾക്കും സന്തോഷമാവില്ലേ? അപ്പോ അച്ഛൻ മോളെ അമ്മയാൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകും. സത്യം? അച്ഛൻ എപ്പോഴെങ്കിലും മോളോട് കള്ളം പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. നാളെ മോളുടെ അമ്മയാൻ്റിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. എല്ലാം നന്നായിട്ട് നടക്കാൻ മോളോട് പ്രാർത്ഥിച്ചാൽ മതി. ഞാൻ പ്രാർത്ഥിക്കാം അച്ഛാ. എനിക്ക് അമ്മേന്റെ ഒന്ന് കണ്ടാ മതി, അതിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടം അമ്മേന്റെ.
എന്താ മോളെ നിന്റെ മനസ്സില്? എനിക്ക് ഒരിക്കലും നിന്നെ മനസ്സിലാവുന്നില്ല. എന്താ നീ ചെയ്യാൻ പോകുന്നെന്ന് പിടികിട്ടുന്നുമില്ല. അമ്മയ്ക്കിപ്പൊ എന്താ അറിയേണ്ടത്? ഞാൻ ചോദിച്ചില്ലേ എന്താ നിന്റെ മനസ്സിലെന്ന്? അത് മാത്രം എനിക്ക് അറിഞ്ഞാ മതി. എന്തൊക്കെയായാലും ഞാനൊരു കാര്യം പറയാം. വാശിയും വൈരാഗ്യം ഒക്കെ നല്ലതാ. പക്ഷെ ആഗ്രഹിച്ച കല്യാണം നടന്നില്ലെന്ന് വെച്ച് പിന്നെയും അവന്റെ പുറകെ നടക്കേണ്ട ആവശ്യമുണ്ടോ? തന്നെയുമല്ല, അവൻ വേറെ കല്യാണം കഴിക്കുകയും ചെയ്തു. സത്യത്തിൽ വാശി കാണിക്കേണ്ടത് സ്വന്തം ജീവിതം അതിനേക്കാൾ വലുതാക്കി കാണിച്ചിട്ടാ. ഓ, തുടങ്ങി ഉപദേശം. ഒന്ന് നിർത്തുവോ? ഞാൻ പറയാനുള്ളത് എന്തായാലും പറയും. അവനെ ചെന്ന് കെട്ടിപ്പിടിച്ചത് ശരിയായില്ല. കുടുംബത്തിൽ പിറന്ന പെൺകുട്ടികൾ ചെയ്യുന്ന പണിയല്ല അത്. അതങ്ങനെ ചെയ്തത് പോട്ടെ. അത് വീഡിയോയിൽ പകർത്തിയെന്ന് പറയുന്നത് എന്ത് നാണക്കേടാ. ഒരിക്കലും ചെയ്യാൻ പാടില്ല അങ്ങനെയൊന്നും. അതിലൊന്നും അമ്മ കൂട്ടു നിൽക്കില്ല. എനിക്ക് ആരുടെയും കൂട്ട് വേണ്ട. ഞാൻ ചെയ്യുന്നതൊക്കെ നല്ല ബോധ്യത്തോടു കൂടി തന്നെയാ. എന്നെ വേണ്ടെന്ന് വെച്ച് മറ്റൊരാളെ കല്യാണം കഴിച്ചവനെ സ്വസ്ഥമായി ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇതിനു മുമ്പ് നീ പറയാറുള്ളതല്ലേ ഇതെല്ലാം? ഈ വീഡിയോയിൽ പകർത്തിയതൊന്നിനും ഞാനും അമ്മയും കൂട്ടു നിൽക്കില്ല. അത് തെറ്റായ കാര്യമാണ്. എന്താ രണ്ടുപേരും ചേർന്ന് എന്നെ വിചാരണ ചെയ്യുവാണോ? ഒന്ന് സ്വസ്ഥമായിട്ട് ഇരിക്കാനും സമ്മതിക്കില്ലേ? മറ്റൊരാളുടെ ജീവിതം നശിപ്പിക്കണമെന്ന് മനസ്സിൽ വിചാരിച്ചിരുന്ന ഒരിക്കലും സ്വസ്ഥത കിട്ടില്ല. അവനോന് തന്നെയാ അതിന്റെ കുഴപ്പം. മോൾ ഒന്നുകൂടി ഒന്ന് ആലോചിക്കണം. ഇത്തരം വീഡിയോകളൊക്കെ പുറത്തുവിട്ടാല് നമുക്ക് തന്നെയാ ദോഷം. നല്ലൊരു ഫ്യൂച്ചർ ഉള്ളതാ നിനക്ക്. അത് ഇത്തരം കാര്യങ്ങൾ കൊണ്ട് നശിപ്പിക്കരുത്. അച്ഛന് നിന്നിൽ ഒരുപാട് പ്രതീക്ഷകളുണ്ട്. ഇത്തരം വീഡിയോകളൊക്കെ പുറത്തായാല് അച്ഛന്റെ പ്രതീക്ഷകളാ ഇല്ലാതാവുന്നേ. മോശം പറയുന്നത് നിന്നെക്കുറിച്ച് മാത്രമായിരിക്കും. ഞാൻ ഇത് പബ്ലിക് ആക്കാനൊന്നും പോകുന്നില്ല. പക്ഷേ ഇതെന്റെ കയ്യിലുണ്ടാവും എല്ലാ കാലത്തും. അത് വേണ്ടാന്ന് മാത്രം പറയരുത്. പിന്നെ ഒരു കാലത്തും ശരണ്യെ സന്തോഷമായിട്ട് ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അതിനി എന്തൊക്കെ സംഭവിച്ചാലും അവളുടെ നാശം കണ്ടിട്ടേ ഞാൻ പിന്മാറൂ. അച്ഛൻ ആഹാരം എടുത്ത് വെക്കട്ടെ, കഴിക്കാൻ വരുമോ? അച്ഛനെന്താ ആലോചിച്ചിരിക്കുന്നേ? വല്ലാത്തൊരു വിഷമം പോലെ. നീരജ പറഞ്ഞതൊക്കെ കേട്ടിട്ടാണെങ്കിൽ അച്ഛനത് കാര്യമാക്കണ്ട. വന്നിപ്പോ അവള് പറഞ്ഞതൊക്കെ കേട്ട് ശീലമായി പോയി. ഞാൻ അവളുടെ കാര്യമല്ല ആലോചിച്ചത്, നിന്റെ കാര്യമാ. ഞാൻ പറഞ്ഞില്ലേ അച്ഛനോട്, എനിക്കത് ശീലമായി പോയി. അതല്ല മോളെ, ശരണ്യ ഇവിടെ ഉള്ളപ്പോ എപ്പോഴും പറയുമായിരുന്നു അമ്മ അമ്മയ്ക്ക് വേണ്ടി ജീവിക്കുന്നില്ല എന്ന്. ഞാൻ ചിലപ്പോഴൊക്കെ അവളോട് അതിന് ദേഷ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പൊ ഓരോ ദിവസം കഴിയുന്തോറും എനിക്കും തോന്നി തുടങ്ങി നീ ജീവിതത്തിലെ നല്ല കാലം മുഴുവനും മക്കൾക്ക് വേണ്ടി ജീവിച്ചു തീർക്കുവാണെന്ന്. അതിനിപ്പോ എന്താ അച്ഛാ, അവരൊക്കെ നല്ല നിലയിലെത്തിയാൽ അതൊക്കെ തന്നെയല്ലേ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം. അല്ല മോളെ, ഏതൊരാളും അവനവന് വേണ്ടി ജീവിക്കണം. കുറെ കാലം കഴിയുമ്പോൾ മക്കളൊക്കെ അവരവരുടെ കാര്യം നോക്കി പോവും. ശരണ്യയ്ക്ക് കുടുംബമായി കഴിഞ്ഞു. ഒരു കുട്ടി കൂടി ആയിക്കഴിഞ്ഞാ അവരവരുടെ കാര്യത്തിലേക്കാവും. നിർമ്മല നാട്ടിലേക്ക് വരുന്ന കാര്യം കണ്ടറിയണം. ചിലപ്പോ വല്ല ജോലിയുമായി അവൻ അവിടെ തന്നെ കഴിഞ്ഞുകൂടും. നീരജയുടെ കാര്യം ഇങ്ങനെ തന്നെയാ. അവൾക്കിപ്പോഴേ മനസ്സ് നിറയെ എല്ലാവരോടും വെറുപ്പാ. ലോക വലുതായി വരികയല്ലേ. നിന്റെ കൂടെ ആരും ഉണ്ടാവില്ലല്ലോ എന്ന തോന്നലാ എനിക്ക്. അച്ഛനുണ്ടല്ലോ, അതുപോരെ. അച്ഛൻ മോളേന്ന് വിളിക്കുമ്പോ മകളാവാനുള്ള ഭാഗ്യം ലഭിച്ചല്ലോ എനിക്ക്. ആ സന്തോഷം അത് മതി. നീ എന്തു വിഡ്ഢിത്തമായി പറയുന്നേ? ഞാൻ എത്ര കാലം ഉണ്ടാവുന്ന? എനിക്ക് വയസ്സായില്ലേ? അതൊക്കെ ഓർത്തിരിക്കുകയായിരുന്നു ഞാൻ. ഞാൻ ഇതുപോലെ ഒരുപാട് ചിന്തിക്കാറില്ല അച്ഛാ. മക്കള് നന്നായിരിക്കണം. എന്നെ അവര് നോക്കുമെന്ന് ഒരു വിശ്വാസവും എനിക്കില്ല. അങ്ങനെ ആരും പ്രതീക്ഷിക്കരുത്. നേരത്തെ ഒന്നും സംഭവിച്ചില്ലെങ്കിൽ എനിക്കും പ്രായമാവും. അങ്ങനെ വയസ്സാവുന്ന കാലത്ത് മക്കളാരും കൂടെ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വൃദ്ധസദനത്തിൽ ഉണ്ടാവും ഞാൻ. അങ്ങനെയും ജീവിക്കുന്നില്ലേ ആളുകള്? അങ്ങനെ ഒന്നും സംഭവിക്കില്ല. ഞാൻ വെറുതെ ആലോചിച്ചു കൂട്ടിയെന്നേ ഉള്ളൂ. അത് ചിലപ്പോ തോന്നുന്ന ഒരാശങ്കയാ. മക്കൾ നിന്നെ മനസ്സിലാക്കുന്ന ഒരു കാലമാണ് വരുന്നതെങ്കിലോ?